ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഫോൾ സമയത്ത് വായിക്കാൻ പറ്റിയ ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള വിൻട്രി ആയിട്ടുള്ള ബുക്ക് റെക്കമെൻഡേഷൻസും ആയിട്ടാണ്. ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യുന്ന ബുക്സ് എല്ലാം തന്നെ എൻ്റെ ഫേവറേറ്റ്സ് ഒന്നുമില്ല, ബട്ട് ഐ തിങ്ക് ദേ ആർ വർത്ത് റെക്കമെൻഡിങ്. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ആവില്ലല്ലോ നിങ്ങളുടെ ടേസ്റ്റ്. അപ്പോൾ ഇത് വൈഡ്ലി എല്ലാവരും എൻജോയ് ചെയ്ത ബുക്സ് തന്നെയാണ് ഞാൻ ഇതിൽ പറയുന്നത്. സോ മേ ബി ദർ ഇസ് എ ചാൻസ് യു മൈറ്റ് എൻജോയ്. നമുക്ക് വായിക്കാൻ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദ ഫസ്റ്റ് ബുക്ക് ഐ എം ഗോയിങ് ടു റെക്കമെൻഡ് ഈസ് കോറലൈൻ ബൈ നീൽ ഗെയ്മൻ. നീൽ ഗെയ്മൻ എല്ലാവർക്കും അറിയണ്ടാവും, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഓതറാണ്. എല്ലാം തന്നെ നീൽ ഗെയ്മൻ എഴുതുന്ന എല്ലാ ബുക്സും ഭയങ്കര ചെറിയ ചെറിയ ബുക്സാണ്. കോറലൈൻ ഒരു ചെറിയ ഷോർട്ട് ബുക്കാണ്. ചെറിയ കുട്ടികൾക്കാണ് കേട്ടോ ഞാൻ ഈ ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇതിൽ മെയിൻ ക്യാരക്ടർ ഒരു ചെറിയ കുട്ടിയാണ്. പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ബുക്കാണ്. സോ ഐ തിങ്ക് ലൈക്ക് ഒരു 6th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു 5th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. സോ ഒരു മിഡിൽ ഗ്രേഡ് ഫിക്ഷൻ ആണ്. ഇതിൽ മെയിൻ ക്യാരക്ടർ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള യങ് ബ്രൈറ്റ് കിഡാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ അവരുടെ മൈൻഡ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ക്യൂരിയസ് ആയിട്ടുള്ള മൈൻഡ് ആയിരിക്കുമല്ലോ. സോ പല കാര്യങ്ങളും തുറക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അവർ കയറി തുറക്കും. സോ അതുപോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം അവൾ തുറക്കാൻ പാടില്ലാത്തൊരു ഡോറ് തുറന്നിട്ട് ഒരു പുതിയ വേൾഡിലോട്ട് കടക്കും. അവിടെ കിടക്കുമ്പോൾ അവളുടെ അതേപോലൊരു വീടും അവളുടെ അതേപോലൊരു അമ്മയും അച്ഛനും അവിടെ ഉണ്ടാവും. ബട്ട് അമ്മയ്ക്ക് കണ്ണിന് പകരം ബട്ടൺസ് ആണുള്ളത്. സോ അപ്പോൾ അവൾക്ക് ഇങ്ങനെ തോന്നും എന്തോ ഒരു ഫിഷിനെസ്. അവർ ഭയങ്കരമായിട്ട് അവളെ മനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് അവൾക്ക് സ്നേഹം നൽകും. സോ അവൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. ബട്ട് ദെൻ കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവും ലൈക്ക് ഇത് അവളുടെ ശരിക്കും മദറും ഫാദറും അല്ല. സോ അവൾക്ക് ആ ഒരു വേൾഡിൽ നിന്ന് അവൾക്ക് അവളുടെ റിയൽ വേൾഡിലോട്ട് തിരിച്ചു വരണം. സോ ഐ തിങ്ക് ദിസ് ഇസ് എ പെർഫെക്റ്റ് ബുക്ക് ഫോർ ഫോൾ. കാരണം ഭയങ്കര അഡ്വഞ്ചറസ് ആണ് ആൻഡ് ചെറിയ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണ്. അതുപോലെ തന്നെ ഈവൻ ദോ സിമ്പിൾ സ്റ്റോറി ആണെങ്കിലും ഭയങ്കര എക്സിക്യൂഷൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്. ആൻഡ് ഐ ലവ് നീൽ ഗെയ്മൻസ് റൈറ്റിംഗ്. സോ ഈവൻ ഞാനിത് വായിച്ചത് ഒരു അഡൾട്ട് ആയിട്ടാണ്. സോ അഡൾട്ടിനും ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ബുക്ക് തന്നെയാണ്. ഓൾസോ ഒരു ഗ്രാഫിക് നോവലും അവൈലബിൾ ആണ്. So if you love the premise, then definitely check this one. It was a 4-star read for me and I really had a good time. The next book is Spinning Silver by Naomi Novik. ഇതും ഞാൻ റീസെൻ്റ്ലി എൻജോയ് ചെയ്തൊരു ബുക്കാണ്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫാൻറ്റസി വേൾഡിലാണ്. കംപ്ലീറ്റ്ലി അഡൾട്ട് ബുക്കാണ്. ഈ ക്യാരക്ടർ മിറിയത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ലീഡ് ക്യാരക്ടറാണ്. ആൻഡ് അവൾ ചെയ്യുന്ന കാര്യങ്ങൾ ഷീ ഈസ് വെരി റൂത്ത്ലെസ്. ബട്ട് അവൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവും. സോ അവളുടെ ഫാദർ ഒരു മണി ലെൻഡറാണ്. അപ്പോൾ സോ അവിടെയുള്ള ആൾക്കാർ അവളുടെ ഫാദറിനെ ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യാണ്, ഒരുപാട് പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതൊക്കെ. സോ അവളിത് കാണുമ്പോൾ, ഈ ഒരു അൺഫെയർനെസ് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അവൾ ആ ഒരു ജോബ് ഏറ്റെടുക്കണം. ആൻഡ് അവളത് മനോഹരമായിട്ട് ചെയ്യും. ആൻഡ് അവൾക്ക് ആ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാവും. ലൈക്ക് സിൽവർ ഗോൾഡ് ആക്കി മാറ്റാൻ കഴിയുന്നൊരു മിടുക്കി എന്ന് പറയുന്ന ഒരു റെപ്യൂട്ടേഷനും ഉണ്ടാവും. ആ റെപ്യൂട്ടേഷൻ വളർന്ന് സ്റ്റാറിക് കിങ്ങിലോട്ട് എത്തണം. സ്റ്റാറിക്സ് ആണ് അവിടെയുള്ള മാജിക്കൽ വെൽബീയിങ്സ്. സോ അവരുടെ കിങ് ഇതറിയുമ്പോൾ കിങ്ങുമായിട്ട് അവൾ കുറച്ച് ബിസിനസ് ഡീൽസ് ഒക്കെ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ വേറെ പോയിന്റ് ഓഫ് വ്യൂസ് നമുക്ക് ഈ ബുക്കിൽ കാണാം. സോ അതർ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇറീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. സോ അവളുടെ ഫാദർ അവളെ ഫോഴ്സ് ചെയ്തിട്ട് ഒരു മാരേജിലോട്ട് എത്തിക്കുകയാണ്. സോ നമ്മൾ ത്രൂ ഔട്ട് ദ ബുക്ക് അവർ രണ്ടുപേരും മീറ്റ് ചെയ്യും, അവർ രണ്ടുപേരും അലൈസ് ആവും. ആൻഡ് ദെൻ അവരുടെ ആ ഒരു സർക്കംസ്റ്റൻസ്, രണ്ടുപേർക്കും ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസ് ആണുള്ളത്. ആ ഒരു സർക്കംസ്റ്റൻസിൽ നിന്ന് അവരൊക്കെ എസ്കേപ്പ് ആവുകയാണ്. സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. കാരണം ഇതൊരു വുമൻ സെൻട്രിക് ബുക്കാണ്. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളതൊക്കെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള വുമൺ ആണ്. അവരൊക്കെ നേരിടുന്നത് പ്രശ്നങ്ങളാണ്. സോ അവരുടെ ആ ഒരു ബ്രേവ്നെസ് ഒക്കെ ത്രൂ ഔട്ട് ഈ ബുക്കിൽ കാണിക്കുന്നുണ്ട്, അപ്പാർട്ട് ഫ്രം ദ ഫാൻറ്റസി എലമെൻറ്റ്സ്. അതുപോലെ തന്നെ ഫാൻറ്റസി എലമെൻറ്റ്സിനും നന്നായിട്ട് നല്ല ഗ്രോത്ത് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു വേൾഡ് ബിൽഡിങ്, പിന്നെ സ്റ്റാറിക് വേൾഡുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ. ഓൾസോ ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ആണ്, വിൻ്ററി ഫീലിംഗ് ആണ് നമ്മളിത് വായിക്കുമ്പോൾ ഉണ്ടാവുക. കംപ്ലീറ്റ്ലി സ്നോ ഒക്കെ ആയിട്ടുള്ള പ്ലേസസ് ആയതുകൊണ്ട് തന്നെ. സോ ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് ബുക്ക് ഫോർ ദ ഫോൾ ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് എ 4-star read for me, but I really enjoyed it at the time of my reading. The next one is Practical Magic.
ഇത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. ബട്ട് എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇത് വായിക്കുമ്പോൾ. ഞാനിത് വിചാരിച്ചത്ര എനിക്കിഷ്ടമായില്ല. സോ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓവൻ ഫാമിലീനെയാണ്. അപ്പോൾ അവിടെയുള്ള 2 സിബ്ലിങ്സ്, ഗില്യൻ അതുപോലെ സാലി. സോ ഇവർ 2 പേർക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് അവരുടെ ആ ഒരു ഭംഗി വെച്ചിട്ട് അവർ ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. അതുപോലെ അവർ ബീവിച്ച് ചെയ്യും. സോ 2 പേരും വിച്ചസ് ആണ്. അവർക്ക് ഒരുപാട് പവർഫുൾ ആണ്, അവർക്ക് കഴിവുകൾ ഉണ്ട്. ആൻഡ് നമുക്ക് ത്രൂ ഔട്ട് അവരുടെ ആ ഒരു ഫാമിലി ലൈനാണ് കാണുന്നത്. ആൻഡ് ദെൻ ഇവർ 2 പേരും പിന്നെ സെപ്പറേറ്റ് ആവണം. ഗില്യൻ്റെ വഴിക്ക് പോവാണ്. ആൻഡ് ദെൻ അവൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവൾ സാലിയുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. ആൻഡ് വി സി അവർ 2 പേരും ഫിഗറിങ് ഔട്ട് തിങ്സ്. പ്രാക്ടിക്കൽ മാജിക് എന്നൊക്കെ പറയുമ്പോൾ കോസി ഫാൻറ്റസിയിലെ ടോപ്പ് ലിസ്റ്റിലൊക്കെയാണ് എല്ലാവരും പറയാറ്. ബട്ട് ഐ ഡോണ്ട് നോ, ഐ ഡിഡ്ന്റ് എൻജോയ്. ആ ഒരു ഫാമിലി, എനിക്ക് പൊതുവെ ഫാമിലി ഡൈനാമിക്സ് ഭയങ്കര ഇഷ്ടം. ബട്ട് ആ ഒരു ഫാമിലി ഡൈനാമിക്സ് എനിക്ക് അത്രയും ഫീൽ ചെയ്തില്ല. ആൻഡ് ഐ തിങ്ക് ക്യാരക്ടേഴ്സിന് മേ ബി ഡെപ്ത് ഇല്ലാത്തോ ഐ ഡോണ്ട് നോ, എനിക്ക് ആ ഒരു ക്യാരക്ടേഴ്സിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ ക്യാരക്ടേഴ്സിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഓഫ് കോഴ്സ് ആ ബുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വാസ് 2.5 സ്റ്റാർ റേറ്റിംഗ് ഫോർ മീ. സോ ഐ തിങ്ക് ഞാൻ ആ ഒരു റൈറ്റിംഗ് ഒരുപാട് എൻജോയ് ചെയ്തു. സ്റ്റോറി എനിക്ക് അത്രയും ഇഷ്ടമായില്ല. അതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. മേ ബി യു വിൽ എൻജോയ് ഇറ്റ്. So please check it out. The next one is What Moves the Dead by T. Kingfisher. T. Kingfisher എൻ്റെ ഒരു ഫേവറേറ്റ് ഓതറാണ്. ലൈക്ക് ഓൾമോസ്റ്റ് എവറിത്തിങ് ബൈ ടി കിങ്ഫിഷർ ഭയങ്കര ഫോൾ വൈബ്സ് ഉള്ളത് തന്നെയാണ്. സോ ഏത് ബുക്കും ടി കിങ്ഫിഷർ എഴുതിയത് ഐ തിങ്ക് ഫോളിൽ ഭയങ്കര സെറ്റാണെന്ന്. എനിവേ ഈ ബുക്ക് ഒരു റീടെല്ലിംഗ് ആണ്. ബട്ട് എനിക്ക് ആ ഒരു റീടെല്ലിങ്ങിൻ്റെ ഫസ്റ്റ് ഒറിജിനൽ സ്റ്റോറീനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിലെ മെയിൻ ക്യാരക്ടർ ലൂട്ടനൻറ്റ് ഈസ്റ്റൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. സോ അവനക്കൊരു ലെറ്റർ കിട്ടണം. അവൻ്റെ കളിക്കൂട്ടുകാരി, ചെറുപ്പത്തിലുള്ള കളിക്കൂട്ടുകാരി പെട്ടെന്ന് മരിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അസുഖം വന്നിട്ട് കിടപ്പിലാണ്, മരിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ കിട്ടണം. അപ്പോൾ അവൻ പെട്ടെന്ന് അവരുടെ ആ ഒരു ഹൗസ് ഓഫ് അഷറിലോട്ട് ട്രാവൽ ചെയ്യണം. ഹൗസ് ഓഫ് അഷറിൽ എത്തുമ്പോൾ അവനക്ക് ഒരുപാട് എന്താ പറയുക സ്പൂക്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവനവിടെ കാണുന്നത്. സോ അവൻ്റെ ഈ കളിക്കൂട്ടുകാരിയാണ് ഈ മാർഗരറ്റ്. സോ ഈ മാർഗരറ്റ് രാത്രി ഇറങ്ങി നടക്കും. അതുപോലെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും സെൻസിബിൾ അല്ല. സോ എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. സോ അവനത് ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഈ ബുക്ക് ഭയങ്കര, എനിക്ക് തോന്നുന്നു ഭയങ്കര ഈറി ആൻഡ് സ്പൂക്കിയാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ടൗൺ, ഒരു സ്മോൾ ടൗൺ വൈബ് വരുന്നുണ്ട്. റാബിറ്റിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോമാണ് ഹെയർ. സോ ആ ഒരു ഹെയർസിൻ്റെ ഒരുപാട് മെൻഷനുണ്ട്. ആൻഡ് എവറിത്തിങ് എല്ലാം കൂടെ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്കസ്റ്റഡ് ആക്കി. ബട്ട് അറ്റ് ദ സെയിം ടൈം സ്റ്റോറി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ ഐ തിങ്ക് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് അറ്റ് ദ ടൈം ഓഫ് മൈ റീഡിങ് ആൻഡ് ഇറ്റ് വാസ് എ 4-star റേറ്റ് ഫോർ മീ. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. The next one is One for My Enemy by Olivia Blake. റോമിയോ ആൻഡ് ജൂലിയറ്റ് റീടെല്ലിംഗ് ആണ്. സോ ഇതിൽ 2 ഫാമിലീസ് ആണ് വരുന്നത്. ഒന്ന് ഫെഡ്രോവ്സ്, ഒന്ന് ആൻഡ്രോനോവാസ്. സോ ഫെഡ്രോവ്സിൽ 3 ബ്രദറും അവരുടെ ഫാദറും, അതുപോലെ ആൻഡ്രോനോവാസിൽ 6 സിസ്റ്ററും അവരുടെ മദറും. പണ്ട് തൊട്ടേ ഈ 2 ഫാമിലീസും എനിമീസാണ്. ആൻഡ് 2 പേരും ഭയങ്കര ബിസിനസ്സിൽ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയ 2 ഫാമിലീസാണ്. സോ ഫെഡ്രോസിന് അവരുടേതായ ബിസിനസ് ഉണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോനോവാസ് ഭയങ്കര വിച്ചി സിസ്റ്റേഴ്സാണ്. സോ അവർ ഭയങ്കര വെൽത്തിയാണ് അവരുടേതായ ബിസിനസ്സിൽ. 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ ഇൻ്റർഫിയർ ചെയ്യാറില്ല. ബട്ട് അൺടിൽ ഈ ഒരു ഫെഡറോവിലെ ബ്രദർ ഈ ഹേറ്റഡ് കാരണം അവരുടെ ബിസിനസ്സിൽ ഇടപെടുമ്പോൾ കുറച്ച് ക്ലാഷ് സംഭവിക്കുകയാണ്. ആൻഡ് ത്രൂ ഔട്ട് ദിസ് ബുക്ക് എനിക്ക് ഇഷ്ടമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ക്യാരക്ടേഴ്സിനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പഴയ ഹിസ്റ്ററി, അവരുടെ ക്യാരക്ടർ സ്കെച്ച് എല്ലാം നമുക്ക് തരുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ, ഐ റിയലി എൻജോയ്ഡ് ദ റൊമാൻസ് ഇൻ ദിസ് ബുക്ക്. ഓൾസോ അവരുടെ ആ ഒരു എനിമി ആവാനുള്ള അവരുടെ ഹിസ്റ്ററി എല്ലാം എനിക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നി. സോ ഐ ഹൈലി റെക്കമെൻഡ്. ദിസ് ഇസ് എ 4-star റീഡ് ഫോർ മീ. ബട്ട് ഒരു കോസി ഫാൻറ്റസി ഒക്കെ ആയിട്ട് വായിക്കാം. അധികം ഫാൻറ്റസി എലമെൻറ്റ്സ് ഒന്നുമില്ല, കൂടുതൽ ഫാമിലി ഡൈനാമിക്സ് ആണ്. But I don't know, this is my kind of book and I really enjoyed Olivia Blake's writing. കാരണം Olivia Blake ഭയങ്കര ഒരു സ്റ്റോറി ടെല്ലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. I think it's a worthy book to check it out. So please check it out. The next book is Night Circus. ഒരുപാട് പേര് എൻജോയ് ചെയ്തൊരു ബുക്കാണ് നൈറ്റ് സർക്കസ്. ഭയങ്കര പോപ്പുലറാണ്, ഈവൻ ഇന്ത്യയിലും ഔട്ട് ഓഫ് ഇന്ത്യയിലും എല്ലായിടത്തും പോപ്പുലർ ആയിട്ടുള്ളൊരു ബുക്കാണ്. ബട്ട് അൺപോപ്പുലർ ഒപ്പീനിയൻ, എനിക്കിത് അത്ര ഇഷ്ടമായിട്ടില്ല. ഇറ്റ് വാസ് എ 3-star റേറ്റ് ഫോർ മീ, ലൈക്ക് ക്ലോസ് ടു 3 stars. സോ ഇത്
സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈക്ക് ഇതിലൊരു സർക്കസ് ഉണ്ട്. സോ സർക്കസ് നൈറ്റിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കസ് ആണ്. രാത്രി മുതൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് ഇത് ഹാപ്പൻ ചെയ്യുക. ആൻഡ് ഇത് പെട്ടെന്നാണ് വരിക. ഒരു ദിവസം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഈ സർക്കസ് ഒരു ടൗണിൽ വരും. ആൻഡ് ദെൻ കുറച്ച് ദിവസം അവർ അവിടെ സ്റ്റക്കാവും. ദെൻ അവർ പിന്നെയും ഇതേപോലെ വേറെ ടൗണിലോട്ട് ഷിഫ്റ്റ് ആവും. ആൻഡ് ഈ സർക്കസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഇതിൽ ഇഷ്ടമായത് എന്താ വെച്ചാൽ ഈ എറിൻ മോഗസ്റ്റൺ എന്ന് പറഞ്ഞ ഈ ഓതറിൻ്റെ റൈറ്റിംഗ് ഭയങ്കര മാജിക്കൽ, ലിറിക്കൽ, ഫ്ലവറി റൈറ്റിംഗ് ആണ്. ആൻഡ് ആ ഒരു മാജിക്കൽ സെറ്റപ്പ്, ആ ഒരു സർക്കസിൻ്റെ സെറ്റപ്പ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബട്ട് വാട്ട് ഐ ഡിഡ്ന്റ് ലവ് ഈസ് ദ മെയിൻ എന്താ പറയുക, ഇവരുടെ റൊമാൻസ് ആണ് എനിക്ക് അധികം ഇഷ്ടമായി പറഞ്ഞത്. കാരണം എനിക്ക് ആ ക്യാരക്ടേഴ്സിനോടൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊക്കെ എനിക്കൊരു സ്ട്രേഞ്ചേഴ്സ് പോലെയായിരുന്നു ത്രൂ ഔട്ട് ദ ബുക്ക്. ആൻഡ് ഈവൺ അറ്റ് ദ എൻഡ് ഐ ഡിഡ്ന്റ് ഫീൽ ഫോർ ദം എനിത്തിങ്. സോ അതാണ് എനിക്ക് ഈ ബുക്കിൽ മിസ്സിങ് ആയിട്ട് തോന്നിയത്. സോ ഇതിൽ 2 മെയിൻ ക്യാരക്ടറാണുള്ളത്. അവർ 2 പേരും മെജീഷ്യൻസ് ആണ്. സോ അവർ 2 പേരും ഭയങ്കര ട്രെയിൻഡ് ആണ് ചെറുപ്പം തൊട്ടേ ടു ബി എനിമീസ്. സോ അവർ 2 പേരും തമ്മിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, അവർ തമ്മിൽ റൈവൽറി ഉണ്ട്. അപ്പോൾ ഈ ഒരു നൈറ്റ് സർക്കസിൻ്റെ സമയത്താണ് ഇവരുടെ ഈ ഒരു ചാലഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നത്. ആ ഒരു റൈവൽറി ഓൺ ദ സൈഡ് അവർ തമ്മിൽ ഇഷ്ടത്തിലാവാണ്. ആൻഡ് ഐ തിങ്ക് നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സിനായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയാൽ കുറച്ചും കൂടെ നമുക്ക് അവരുടെ റൊമാൻസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുമായിരുന്നു. ബട്ട് ഫോർ മീ എനിക്കിത് ഇഷ്ടമായില്ല. ബട്ട് ഐ റിയലി ലവ് ദ സെറ്റിംഗ് ഓഫ് ദിസ് ബുക്ക്. മാജിക്കൽ സെറ്റിംഗ്, അവരുടെ ആ ഒരു മാജിക്കൽ പെർഫോമൻസസ്, അതുപോലെ അവരുടെ ആ സർക്കസിലുള്ള ഇവൻറ്റ്സ്. അതുപോലെ എനിക്കിതിലൊരു ക്യാരക്ടർ ഉണ്ട്, ബെയ്ലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഐ റിയലി എൻജോയ്ഡ് ഹിം. സോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബട്ട് ഐ ഡോണ്ട് നോ വൈ ദ ഹൈപ്പ്. മേ ബി മറ്റുള്ളവർക്ക് ആ ഒരു റൊമാൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ഈവൻ ദോ ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിലും മേ ബി യു വിൽ എൻജോയ് ഇറ്റ്. സോ ഐ ഹൈലി റെക്കമെൻഡ് ദിസ് വൺ. ദ നെക്സ്റ്റ് വൺ ഇസ് എ ഡാർക്ക് അക്കാഡമിയ ബുക്ക് വിച്ച് ഇസ് ബേബൽ. ഒരുപാട് വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഒരു ബുക്കാണ് ബേബൽ ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ ഇതൊരു ഡാർക്ക് അക്കാഡമിയ ബുക്കാണ് ആൻഡ് പെർഫെക്റ്റ് ഫോർ ദ ഫോൾ ടൈം. സോ ബട്ട് ഇത് ഭയങ്കര ലെങ്തിയർ ആട്ടോ. അപ്പോൾ ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ. കാരണം കുറച്ച് മിഡിലൊക്കെ എത്തുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ടൊക്കെ തോന്നാം. ഒരുപാട് ഇൻ്റലക്ച്വൽ ആയിട്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ബട്ട് ഐ റിയലി അപ്രിഷിയേറ്റ് ദ ഓതർ. കാരണം ഫറൂഖ് കോങ് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഇത് എഴുതാൻ എന്നുള്ളത് നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ഇതിൽ മെയിൻ ക്യാരക്ടർ റോബിൻ ചെറിയ കുട്ടിയാവുമ്പോൾ അവൻ്റെ പാരൻസ് ഒക്കെ മരിക്കും. പ്രൊഫസർ അവനെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഇംഗ്ലണ്ടിലോട്ട് കൊണ്ടുവരികയാണ്. ഇംഗ്ലണ്ടിൽ എത്തിയതിന് ശേഷം അവനെ ട്രെയിൻ ചെയ്തിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റർ ചെയ്യിപ്പിക്കുകയാണ്. അവിടെ എൻ്റർ ചെയ്തതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാവുക അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതലും ബ്രിട്ടനെ ഇംപ്രൂവ് ആക്കാനുള്ളതാണെന്ന്. സോ കൊളോണിയലിസം വരുന്നുണ്ട് ഒരുപാട്. സോ വാട്ടെവർ ഈ റോബിനെയും അതുപോലെ പല മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ ഇംഗ്ലണ്ടിനെയാണ് അവർ ബെറ്റർ ആക്കുന്നത്. അതുപോലെ അവർ ജനിച്ചു വളർന്ന കൺട്രീസിന് ഇത് കാരണം ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. സോ അതൊക്കെ അവനെ അറിയുമ്പോൾ അവനൊരു റെബൽ കൈൻഡ് ഓഫ് വേയിലോട്ട് പോവാണ്. സോ ഐ റിയലി എൻജോയ്ഡ് ദിസ് ബുക്ക്. കാരണം ത്രൂ ഔട്ട് ദ ബുക്ക് ആ ക്യാരക്ടേഴ്സിന് ഒരുപാട് ഡെപ്തും ഗ്രോത്തും, റോബിനെ ശരിക്കും നമ്മൾ കണക്റ്റഡ് ആയിട്ട് പോകും. അതുപോലെ തന്നെ റോബിൻ്റെ റെബല്യനൊക്കെ ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആണ്. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് അറ്റ് ദ എൻഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺക്ലൂഷനൊക്കെ എല്ലാം കൊണ്ടും I think this is a perfect book and I really enjoyed it. It was so impactful for me. So I think this is perfect if you are a intermediate reader and നിങ്ങൾ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട് and you love reading, then definitely this book is perfect for you at the time of fall. It was a 5-star read for me and I highly recommend this. The next one is House of Hollow by Crystal Sutherland. ഇത് ഞാൻ ഒരുപാട് മുന്നേ വായിച്ചൊരു ബുക്കാണ്. ബട്ട് ഐ ഡിഡ്ന്റ് എൻജോയ് ഇറ്റ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വർത്തി ബുക്ക് ടു റീഡ്. കാരണം ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സോ ഇതിൽ വരുന്നത് ഒരുപാട് ഫാമിലി ഡൈനാമിക്സ് വരുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് ഫാമിലി ഡൈനാമിക്സ് എൻ്റെ ഒരു നീഷാണ്. ബട്ട് ഐ ഡോണ്ട് നോ, ഇതെനിക്ക് തോന്നുന്നു പ്രോപ്പർലി ഡെവലപ്ഡ് അല്ല എന്ന്. അതുകൊണ്ടായിരിക്കും എനിക്കിത് ഈ ക്യാരക്ടേഴ്സിനോട് വലിയ കണക്ഷനൊന്നും തോന്നിയില്ല. ഇതിൽ 3 siblings ആണ് വരുന്നത്. സോ അവർ ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു ദിവസം അവർ മിസ്സിങ് ആവും. ഒരു ദിവസത്തിലാണ് അവർ മിസ്സിങ് ആവുന്നത്. സോ അവർ മിസ്സായതിന് ശേഷം അവർ അതേ ഒരു സ്ഥലത്ത് വീണ്ടും റീഅപ്പിയർ ആവും. എന്നിട്ട് അപ്പോൾ അവർക്കൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു സ്കാർ ഉണ്ടാവും, ഒരു മൂൺ ഷേപ്പ്ഡ് സ്കാർ. അവർക്ക് എന്താണെന്ന് സംഭവിച്ചതെന്ന് അവർക്ക് 3 പേർക്കും അറിയില്ല. അതിനെപ്പറ്റി അവർ സംസാരിക്കാറില്ല. അവരത് അവോയ്ഡ് ചെയ്യും ആ ടോപ്പിക്സ്.
ആൻഡ് ദെൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എഗെയിൻ അവരുടെ ഒരു സിസ്റ്റർ മിസ്സിങ് ആവുകയാണ്. അപ്പോൾ ബാക്കി 2 പേർക്ക് ഇത് ഫിഗർ ഔട്ട് ചെയ്തേ പറ്റൂ, ലൈക്ക് എന്താണ് മുന്നേ ഉണ്ടായതെന്നെ പറ്റിയിട്ട് അവർ ഡിഗ് ചെയ്യുകയാണ്. ആൻഡ് ദെൻ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ഇതൊരു ഫാൻറ്റസി സെറ്റപ്പിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഫാമിലി ഡൈനാമിക്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് തമ്മിലുള്ള ബോണ്ട്, അതുപോലെ ക്രീപ്പി ഹൊറർ സ്റ്റഫ്സും ഇതിൽ വരുന്നുണ്ട്. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദ സിസ്റ്റർലി ബോണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ട് ഐ ഡോണ്ട് നോ, ഫാൻറ്റസി എലമെൻറ്റ്സ് ഒന്നും എനിക്ക് ഭയങ്കരമായിട്ട്, അതുപോലെ ഹൊററി എലമെൻറ്റ്സ് എനിക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. മേ ബി ദ ക്യാരക്ടേഴ്സ് എന്നെ അത്രയും ഇമ്പാക്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. സോ ഇഫ് യു ലവ് ദ പ്രമസ് ദെൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ. ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഇസ് ദ ഇൻവിസിബിൾ ലൈഫ് ഓഫ് ആഡി ലൊറിയു. ക്ലോസ് ടു 5 സ്റ്റാർ റീഡാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. ഈ ഷ്വാബിൻ്റെ ബുക്സ് ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണിത്. ആൻഡ് ഇപ്പോഴും ഞാനിത് ഈ ബുക്കിനെ പറ്റി ചിന്തിക്കാറുണ്ട്. അത്രയും ക്ലോസ് ടു ഹാർട്ട് ബുക്കാണ്. സോ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ആഡി ലൊറിയു. ആഡി ലൊറിയു ഭയങ്കര സ്ട്രോങ് ആൻഡ് ബ്രേവ് ലേഡിയാണ്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ചൊരു ഹിസ്റ്ററിക്കൽ സമയത്താണ്. ബട്ട് ആ ഒരു സമയത്തിൽ ഫോർവേഡ് ചിന്തിക്കുന്ന ഒരു ലേഡിയായിരുന്നു ആഡി ലൊറിയു. സോ അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം അവളുടെ മേല് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് അതിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ അവൾ എന്ത് ചെയ്യും, ഡെവിലിനായിട്ട് ഒരു ഡീല് കട്ട് ചെയ്യാണ്. സോ ഈ ഡെവിലാണ് ലൂക്ക്. ആ ഒരു ഡീലിൽ അവൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവൾക്ക് ഫ്രീഡം വേണം. അവളെ പറ്റി ആരും ഓർമ്മ ഉണ്ടാവില്ല, ലൈക്ക് ആ ഒരു സമയത്ത് മാത്രമേ അവളെ ഓർമ്മിക്കുള്ളൂ. സോ അതായിരുന്നു അവർ തമ്മിലുള്ള ആ ഒരു ഡീല്. കാരണം ഒന്ന് അങ്ങോട്ട് ഇത് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ. സോ അങ്ങനെയാണ് ആ ഒരു ഡീല് മേക്ക് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവൾ ആ ഒരു ലോൺലിനെസ് മനസ്സിലാക്കണം. അവളൊരു ഡാർക്ക്നെസ്സിലാണ് എന്നുള്ള അവൾ മനസ്സിലാക്കണം. കാരണം അവൾ ആർക്കും ഓർമ്മയില്ല. അപ്പോൾ അവൾക്ക് ആരുടെയും ഓർമ്മയിലില്ല, നമ്മൾ ആരും ഓർമ്മിക്കാത്തപ്പോൾ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അതിനൊരു അർത്ഥമില്ലാത്തൊക്കെ പോലെ അവൾക്ക് തോന്നുന്നു. ആൻഡ് ദെൻ ഹെൻറി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പിന്നെ അവളുടെ ലൈഫിലോട്ട് വരും. ആൻഡ് ഹെൻറി റിമെമ്പേഴ്സ് ഹെർ. അപ്പോൾ അത് അവൾക്കൊരു റേ ഓഫ് സൺഷൈൻ പോലെയാണ് തോന്നുന്നത് അത്രയും ഡാർക്ക്നെസ്സിൽ. ആൻഡ് എല്ലാവർക്കും ഈ ബുക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ റൊമാൻസ് ആണ്, ലൈക്ക് ഹെൻറിയും അവളും തമ്മിലുള്ള റൊമാൻസ്. ബട്ട് എനിക്ക് അവരുടെ തമ്മിലുള്ള റൊമാൻസ് എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നില്ല. ബട്ട് ഐ റിയലി എൻജോയ്ഡ് ദ ഡെവിൽ ക്യാരക്ടർ. എനിക്ക് ലൂക്കിൻ്റെ ക്യാരക്ടറാണ് കുറച്ചുകൂടി ഇഷ്ടമായത്, ഡെവിലായിട്ടുള്ള. ആൻഡ് എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയണം എന്നായിരുന്നു. ഞാൻ അറ്റ് വൺ പോയിന്റ് ഞാൻ ആഡിയും ലൂക്കിനും ഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ബട്ട് ലൂക്കിനെ പറ്റിയിട്ട് അത്ര ഒന്നുമില്ല, ലൈക്ക് ലൂക്ക് എങ്ങനെ ഡെവിലായി അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി ആയിരുന്നു എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. പക്ഷെ ആ ഒരു ഭാഗം കിട്ടിയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ആഡി ലൊറിയു ആസ് എ ക്യാരക്ടർ വാസ് സോ ഫാൻറ്റാസ്റ്റിക് ടു റീഡ്. അവളുടെ കമ്മിങ് ഓഫ് ഏജ്, അവളുടെ വളർച്ച, അവളുടെ ഗ്രോത്ത്, എവറിത്തിങ് വാസ് സോ പെർഫെക്റ്റ്. ആൻഡ് ബിഷോപ്സ് റൈറ്റിംഗ് ഈസ് so good. And I really enjoyed this book. So highly recommended. So ഇതൊക്കെയാണ് ഞാൻ വായിച്ച ബുക്സിൽ എനിക്ക് ഫോളിന് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും എന്ന് തോന്നി കുറച്ച് ബുക്സ്. സോ നിങ്ങളിതിൽ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അതർ ഫോൾ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. സോ എല്ലാവർക്കും അറിയാലോ. ആൻഡ് കമൻറ്റ്സ് വായിക്കുമ്പോൾ അവർക്കും കുറച്ച് റെക്കമെൻഡേഷൻസ് കിട്ടുമല്ലോ. സോ പുട്ട് ഡൗൺ യുവർ റെക്കമെൻഡേഷൻസ്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. I will see you with another video. Till then, bye bye and take care.